ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ന്യൂ കോണ്ടന്റ് ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഹൂ നോ മീ ബെറ്റർ. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞുതരാം. എൻ്റെ അമ്മയാണ് ദോതിരിക്കുന്നത്, ഇതെൻ്റെ ബ്രദർ ഇവനെ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കണ്ടു കാണും. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ നിങ്ങൾ രണ്ടുപേരും എഴുതണം. യെസ്. എന്നിട്ട് ആരാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയരുത്, എഴുതുക. അച്ഛൻ എഴുതി കഴിഞ്ഞു, അമ്മ എഴുതിയോ? നീ എഴുതിയത് തിരിച്ചിങ്ങനെ പിടിച്ച് കാണിക്കൂ. ഓരോരുത്തർ എഴുതിയത് അതൊന്നും ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലല്ല. ഓക്കെ, സോ അമ്മ എഴുതിയതാണ് കറക്റ്റ്. തള്ള നിറച്ച് വയസ്സായിട്ടിരിക്കാന്നൊക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അമ്മയാണ് ജയിച്ചിരിക്കുന്നത്, അമ്മയ്ക്കാണ് ഒരു മാർക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അമ്മയ്ക്കാണ് മക്കളെ ഏറ്റവും കൂടുതൽ അറിയാന്നാണ് അമ്മ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മൈ ഫേവറേറ്റ് കളർ? എൻ്റെ ഫേവറേറ്റ് കളർ, ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. ആക്ച്വലി സ്പീക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇങ്ങനെ ചേഞ്ച് ആവാറുണ്ട്, നോക്കാം. ഓക്കെ, ചേഞ്ച് ആവാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ചില കളേഴ്സിനോട് എനിക്ക് ചില സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എന്തൊക്കെ വന്നാലും ഈ ഒരു കളർ എൻ്റെ ഫേവറേറ്റ് ആണ്. ഓ നോ, ഇതിൽ അച്ചുവാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് കേട്ടോ. പിങ്ക് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമുള്ള കളറല്ല, പക്ഷെ ഒരു സമയത്ത് പിങ്ക് ഡ്രസ്സ്. ആ യെസ്, ഇവൻ വണ്ടി എടുക്കാൻ പോയപ്പോ പോലും ഞാൻ ഇവനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ, നോ വറീസ്, ഇതൊക്കെ സ്വാഭാവികമാണ്. രണ്ടുപേർക്കും 1-1 ആണ് കേട്ടോ പോയിന്റ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ പേര്. അതായത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ, എപ്പം തുടങ്ങിയുള്ള ഫ്രണ്ട് ആയാലും, എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ഫ്രണ്ട്സ് ഇല്ലേ, അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നിനക്ക് എന്തോളം ഇത്ര പ്രത്യേക താല്പര്യം? സൗപർണിക എന്നല്ല, ആക്ച്വലി സൗഭാഗ്യ എന്നായിരുന്നു കേട്ടോ കുട്ടീൻ്റെ പേര്. യാ, അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര്. ആക്ച്വലി രണ്ട് ആൻസറും കറക്റ്റാണ്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര, ഞാൻ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയുന്നത് കശുവിൻ്റെ അടുത്തായിരിക്കും. സോ എഗെയിൻ അച്ചു ആണ് വിൻ ചെയ്തിരിക്കുന്നത്. ഷിമ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കശുവിനെ ഓർത്തേന്നോ? ഇപ്പോഴും 2017 ഓൺവേർഡ്സ് അവൾ എൻ്റെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. സുപ്പും കശു ഏകദേശം ഒരേ ഇതില് വരുന്നതാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ കശുവിനെ ഞാൻ ഓർത്തതേ ഇല്ല. എനിക്ക് ഫസ്റ്റ് വന്ന കശ്മീർ, പിന്നെയാണ് മറ്റേ ആട്ടിടേനെ ഓർമ്മ വന്നത്. അല്ല, ആക്ച്വലി ഷിമ എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്, കശുവിനെ പോലെ തന്നെയാണ്. പക്ഷേ എന്താ പറയാ, അമ്മേന്റെ ഒരു അഭിപ്രായത്തിൽ ആ ചോദ്യം ഒന്ന് മാറ്റി ഫ്രെയിം ചെയ്യണമായിരുന്നു എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ അച്ചുവാണ് ഇപ്പൊ ലീഡിങ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇന്ത്യയിൽ ഞാൻ പോകണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒരു സ്ഥലത്ത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഗസ് ചെയ്ത് എഴുത്. ഇന്ത്യയിൽ ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. നിന്റെ ബക്കറ്റ് എൻ്റെ ബക്കറ്റിനകത്ത് കൊണ്ടുപോയത് കേട്ടോ. അല്ല, തീർച്ചയായിട്ടും അല്ല. വെരി റോങ് ആൻസർ. അമ്മ പറയാ, രണ്ടുപേർക്ക് എന്നെ അറിയൂലേ ഗൈസ്? രണ്ടുപേരും എന്താ ഇങ്ങനെ എന്തോ മാലിദ്വീപ് എവിടുന്നാ സഹോ ഇന്ത്യയിലാവുന്നത്? ഇന്ത്യയിലുള്ളത് ഇതിനെ പറ്റി നമ്മള് മുന്നൊക്കെ സംസാരിക്കുന്നത്, അതാണ് ചിന്തിച്ച്. ഇപ്പൊ മനസ്സിലായില്ല, എന്റെ വീട്ടുകാർക്ക് എന്നെ പറ്റി യാതൊരു വിധ ധാരണയില്ല. അമ്മയ്ക്ക് ടെൻഷനായി. ഇറ്റ്സ് ഓക്കെ, അത് പോട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് വേറെ എവിടെ ആയിരുന്നില്ല, നമ്മുടെ കോടർന്ന് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ താജ്മഹലാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാന്ന് അത്രയേ ഉള്ളൂ. അതിനെ പിന്നെ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതായത് എൻ്റെ ഒരു കോളേജ് കാലഘട്ടം എടുത്തോട്ടോ, നേരത്തെ മാതിരി കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടീച്ചർ. നീ എന്തോന്ന് സഹോദരൻ, ഇതെന്ത് ചാതനോ? ഇത് ചിലപ്പോൾ അമ്മ പറയുമായിരിക്കും, ബിക്കോസ് അമ്മ പറയുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അച്ഛനൊരാൾക്കറിയാം. ഫാത്തിമ മിസ്സിൻ്റെ പേരാണ് അമ്മ എഴുതിയിരിക്കുന്നത്. അച്ഛൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ പേരറിയോ? പേരെങ്കിലും എന്തെന്ന് ഫേവറേറ്റ് ടീച്ചറിനോ? അമ്മയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരാളൂടെ ഉണ്ട്, രജനി മിസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഫാത്തിമ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. നീയൊക്കെ എന്തടാ യാരടാ നീയോ? കോളേജ് കാലഘട്ടം അല്ല സേവ്യ അല്ല, ഞാൻ കോളേജിൽ തന്നെ പറഞ്ഞിട്ടില്ല. കാരണം അതെന്താ പറയോ, ഒരു നിമിഷം ഞാൻ ഇവിടുന്ന് തെന്നി എന്റെ മൈൻഡിൽ പോയി. കാരണം നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണല്ലോ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഞങ്ങൾ മീറ്റിംഗിന് വന്നപ്പോൾ പറഞ്ഞ സമാധാനിക്കുകയും പിന്നെ പഠിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതാക്കിയപ്പോൾ ചിലപ്പം തന്നെ പറഞ്ഞോ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇതാകുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്, സമാധാനമായില്ലേ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാകുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന്. പിന്നെ കുട്ടികൾ നല്ല ഇതിൽ പഠിക്കും. പെട്ടെന്ന് +2 കഴിഞ്ഞിട്ട് വേറെ ഒരു കാരണം മോള് ഉദ്ദേശിച്ചത് വേറെ, എന്താ പറയാ, കോച്ചിങ്ങിന് പോയത് വേറെ ഇതിനല്ലേ, എൻട്രൻസിന്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ആ ഒരു എന്റെ പൊന്നോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു ഫേവറേറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ്. ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇരിക്കുമ്പം എന്താ പറയുക, ഞാൻ ഈ സാധനം വാങ്ങിച്ചാലോ എന്നായിരിക്കും ചോദിക്കുക. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫുഡ്. എനിക്ക് കുറേ ഫേവറേറ്റ് ഫുഡ്സ് ഉണ്ട്. എന്നാലും ഞാൻ ഓഫൻ എപ്പോഴെപ്പോഴും കഴിക്കുന്നുണ്ടാവുക ഈ ഒരു ഫുഡായിരിക്കും. എന്തോന്നടാ അമ്മ എഴുതി. അതിനാണ് എനിക്കും ആകെ കൺഫ്യൂഷൻ. പക്ഷെ ഞാനൊന്ന് തട്ടി വിട്ടതാണ്. അമ്മ കറക്റ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. എന്താന്ന് അറിഞ്ഞൂടെ, ഞാൻ അതിന്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പൊ അമ്മയ്ക്ക് എത്ര സ്കോറായി? അല്ല, ഞാൻ ഓർഡർ ചെയ്യുന്നേ പറഞ്ഞു. എത്ര സ്കോറായി അമ്മയ്ക്ക്? നിനക്ക് നീ എഴുതിയിട്ടില്ലായിരുന്നു? പറഞ്ഞത് അമ്മ കാണിച്ചു കഴിഞ്ഞ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അച്ചു വിത്ത് 2 മാർക്സ്, അമ്മ വിത്ത് 3 മാർക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യനാ? 7ാമത്തെയാ? 7 ആകെ ഇവർ ശരിയാക്കിയിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് ദിസ്? നിങ്ങൾക്ക് എന്തുവാ നിങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ, നടൻ്റെ വൈഭവം. ഇതെന്താ നിങ്ങൾക്ക് കിട്ടേണ്ടതാണല്ലോ. മലയാളത്തിലാണ് കേട്ടോ, മലയാളമാണ് ഞാൻ ചോദിക്കുന്നത്. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ ഞാൻ ഇപ്പൊ പറയട്ടെ, അമ്മ എഴുതണ്ടേ? അമ്മ കറക്റ്റ്. മമ്മൂക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എനിക്കിഷ്ടം. ശ്രീനിവാസൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. ഡൈ ഹാർട്ട് മമ്മൂട്ടി ഫാനാണ്. എനിക്ക് ഒരു കടുക് മണിക്ക് മോഹൻലാലിൻ്റെ അവിടെ എല്ലാം ഇഷ്ടമാണ്. അങ്ങനെയല്ല കേട്ടോ, ഇഷ്ടമാണ്, രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചധികം ഇഷ്ടം മമ്മൂട്ടിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർ. അമ്മ ഉറക്കെ പറയല്ലേ, അമ്മയ്ക്ക് ഇത് അറിയായിരിക്കല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. രണ്ടുപേരും കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് നന്നായിട്ടുണ്ട്. ഇത് ഈ കാര്യത്തിൽ സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എനിക്ക് വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോലി. അത് നീ എന്താണമ്മേ?
അമ്മ എന്താ എഴുതിയത്? വാവ്, രണ്ടുപേരും ഒരേപോലെ എഴുതിയത് കുക്കിംഗ് എന്ന്. ആക്ച്വലി സ്പീക്കിംഗ് രണ്ടുപേരും തെറ്റാണ്. എനിക്ക് കുക്കിങ്ങിനെക്കാട്ടും ഇഷ്ടമുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ല, പിന്നെ ഇത് എന്തായാലും പറയാ, പാത്രം കഴുകല്. കുറച്ച് കാലായിട്ട് പുതിയ ഓരോരോ അതെനിക്ക് ഇഷ്ടമാണ് ബേസിക്കലി. അല്ല അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ്, ഇഷ്ടമല്ല എന്നല്ല. പക്ഷെ അതിനെക്കാട്ടും ഒരു പടിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം പാത്രം കഴുകലാണ് കേട്ടോ. ആരും ഇഷ്ടപ്പെടാത്ത കാര്യം അല്ല, എനിക്ക് ഇഷ്ടമാണ് പാത്രം കഴുകാൻ. ഞാൻ അതുകൊണ്ടല്ലേ അമ്മ വരുമ്പത്തേക്കും ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്റെ കുഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഇൻസൾട്ട്, വെറും ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. അപ്പോ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫുഡ്, ഒട്ടും ഇഷ്ടമില്ലാത്ത, ഞാൻ അങ്ങനെ കഴിക്കാൻ പ്രിഫർ ചെയ്യാത്തൊരു ഫുഡായിരിക്കും. എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തൊരു ഫുഡായിരിക്കും. ഓ കം കം ബേബി, നിങ്ങൾ കൊണ്ടുവരുവോ? എനിക്കങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തൊരു ഫുഡായിരിക്കും. എന്താണെന്ന് എഴുതട്ടെ. കഞ്ഞി എനിക്ക് ഇഷ്ടമാടാ പൊട്ട. അമ്മ എഴുതിയതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ താങ്ക് യു മാമി ജോൺ, താങ്ക് യു അച്ചൂസ്. സഹിച്ചതിന് അപ്പൊ അത്രേ ഉള്ളൂ. നന്ദി. ബൈ ബൈ, സീ യു. ബൈ.